അപ്പോൾ വളരെ മനോഹരമായി ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് ഹിന്ദിയിൽ സംസാരിച്ച് സഭയിൽ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ഇരുത്തുന്ന ഒരു നല്ല അധ്യക്ഷനായിരുന്നു രാജ്യസഭയിലെ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തൻ്റെ പിന്നിൽ ആളുണ്ടെന്നും പിന്നെ അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സാറെന്ന് വിളിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം മറ്റേ ശ്രീ സൂര്യനെല്ലിക്കേസ് ഓർമ്മിപ്പിക്കരുത്, സൂര്യനെല്ലിക്കേസൊക്കെ അറിയാമല്ലോ. അദ്ദേഹം അത് ആസ് എ പേഴ്സൺ നമ്മളിപ്പോൾ ഇപ്പൊ മോഹൻലാൽ അല്ല, അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യം. തീർച്ചയായിട്ടും നമ്മളിപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ചുമ്മാ ഓരോരുത്തർ എന്തെല്ലാം പറയും, അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് അല്ല, അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ച് പേഴ്സണലി ഉള്ള കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് ഒരു അദ്ദേഹത്തിന്റെ പരിചയം, പ്രവർത്തന പരിചയത്തെ ഒരു രാഹുൽ മാങ്കൂട്ടമോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന മറ്റാരും വിചാരിച്ചാലോ തകർക്കാൻ കഴിയില്ല. ഇന്നും പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്നത്തെ പിള്ളേർക്ക് ഒരു പിള്ളേർക്കും കാണാൻ സാധ്യതയില്ല. എന്ന് വെച്ചാലേ ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞതിൽ പ്രതീത തുടക്കത്തിൽ ചോദിച്ച പോലെ തന്നെ എന്ത് തെറ്റിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സാധാരണക്കാരായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയ നിരീക്ഷകരും വേണ്ട, എന്ത് തെറ്റ് ഇവർ ടി വിയിൽ വന്നിരുന്ന് ഈ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ എന്നൊക്കെ പറയുന്നതും കുറെ അച്ചടി വടിവത്ത ഭാഷകളും. ഒരു BMR ഷബീർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം അയാൾ വന്നിരുന്ന് പറയുന്നതൊക്കെ കേൾക്കണം. വേണം അദ്ദേഹം ഒന്നും പോലും പറയേണ്ട കാര്യമില്ല, വന്നിരുന്ന് പറയുന്നതൊക്കെ കേൾക്കണം. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഇവരെല്ലാവരും, ഞാൻ പറയട്ടെ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ പറയുന്ന കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കി ഇട്ടിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ നിന്നിപ്പോൾ ഡാൻസ് കളിക്കുന്നത്, ഈ ബ്ലോഗ് എടുക്കുന്നത്, അല്ലെ ബ്ലോഗ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ ആൾക്കാർ വന്ന് ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം നമ്മുടെ കാരണവർ തന്നെ പിന്നെ നമുക്കായിട്ട് ഉണ്ടാക്കിയിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ലേ, അതിലല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്, അല്ലേ? അതൊക്കെ ഇവർ ഓർക്കണ്ടേ. കാരണവരില്ലാതെ നമ്മൾ ഈ ലോകത്ത് ജനിക്കൂ? ഇല്ലല്ലോ. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്.